ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഗാർഡനിൽ ഒരു ചെറിയ പണിയുണ്ട്. ഇത് കണ്ട് ഇത് ഈ ഫ്ലവേഴ്സിൻ്റെ ഇതൊക്കെ കട്ട് ചെയ്യാനുള്ളൊരു സാധനം കേട്ടോ. ഞാനേ ഇവിടെ ഇതിൻ്റെ റോസ് കണ്ടോ, റോസ് പൂവെല്ലാം വന്നിട്ട് അത് പോയി നിൽക്കും. പിന്നെ നന്നായിട്ട് ഇനി ബാക്കി വളരണമെങ്കിൽ വളർന്ന് അവിടെ തൊട്ട് ഇത് കണ്ടോ, പൂവുണ്ടായി നേരത്തെ ഉണ്ടായാൽ അത് ഞാനങ്ങ് മുറിച്ച് കളയും. അപ്പോൾ എങ്ങനെയാ പറ്റുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് വളരും. ഈ വീഡിയോ എടുക്കലും കട്ടിങ്ങും കൂടെ നടക്കില്ല ഗൈസ്. ഇനി ഇത് കഴിയുമ്പോണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് നന്നായിട്ട് വളരും. ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല കേട്ടോ. എല്ലാം കട്ട് ചെയ്യും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഒന്ന് ഹൈറ്റിലേക്ക് വളരാതിരിക്കാനും ഇത് നല്ലതാണ്. ഓക്കെ, കണ്ടോ, ഇവിടെ ഉണ്ടോർമ്മ അതിനെ കട്ട് ചെയ്തു. എൻ്റെ ഇടയിൽ കയറിപ്പോണ്ട് അത് കണ്ടോ, പൂവുണ്ടായി വന്നെല്ലാം കൂടെ കട്ട് ചെയ്ത് വിടണം, എന്നാലേ വീണ്ടും നന്നായിട്ട് വളരത്തുള്ളൂ. ഇവിടെ എൻ്റെ മഞ്ഞ റോസിൻ്റെ കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയാമോ, ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ നല്ലതായിട്ട് ഉറുമ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല കടി കിട്ടിയതാണ്. ഇവിടുത്തെ ഉറുമ്പെന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ഉറുമ്പ. അയ്യോ, എന്നാ വേദനയെന്നറിയാം. അതുകൊണ്ട് സൂക്ഷിച്ചു. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഞാനതുകൊണ്ട് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് സ്ഥലം കാലിയാക്കട്ടെ. ഞാൻ ഉറുമ്പ് പൊടിയൊക്കെ ഇട്ടതാട്ടോ. പക്ഷെ എന്ത്, ഇവിടുത്തെ ഉറുമ്പ് നമ്മളെക്കാളൊക്കെ മെടുക്കന്മാരാണ്. സർവൈവ് ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്ന. ഇന്ന് എനിക്ക് കടി മേടിക്കാൻ ഇഷ്ടമല്ല. അതിന് കൈ കിട്ടുന്നതൊക്കെ കണ്ടിച്ചിട്ട് കണ്ട ഇതിൻ്റെ ഇടയിൽ കൂടെ ഏതാണ്ടൊക്കെ വളർന്നുമുണ്ട്. ജീവനും കൊണ്ട് ഓടട്ടെ. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കടിച്ചു വിട്ടതാണ്. ഇപ്പോൾ കണ്ടോ, പുതിയ നാമ്പൊക്കെ വന്ന് പുതിയ ബഡ്സൊക്കെ വന്ന് എനിക്കിതുണ്ട്. ഇനി ഇവിടെ ഇതിലും ഉണ്ട് അങ്ങനെ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പൂക്കൾ അതിങ്ങനെ പൂവുണ്ടായി ഉണ്ടായിരുന്നുണ്ടേ കട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം, എന്നാലേ അത് നന്നായിട്ട് വരത്തുള്ളൂ. എല്ലായിടത്തും വരുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വന്നതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിലുണ്ടല്ലോ പുതിയത് കട്ടായി പോകും. ഒറ്റ കൈ കൊണ്ട് കസർത്ത് കാണിക്കുക എന്നൊക്കെ പറയുന്നില്ലേ, അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രണ്ട് കട്ട് ചെയ്യുമ്പോഴേ ചിലപ്പം മുട്ട തന്നെ ഞാൻ കട്ട് ചെയ്ത് കളയാൻ സാധ്യതയുണ്ട്. അതിലിങ്ങനെ വന്നു അതിന് കട്ട് ചെയ്താൽ ശരിയാകത്തില്ലാണ്ട് എല്ലാം മുരടിച്ച് നിൽക്കുന്നതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മതി. അപ്പം നല്ലതായിട്ടൊന്ന് കണ്ടത് ഓരോന്ന് കണ്ട് തെരഞ്ഞെടുപ്പൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊരു കട്ട് ചെയ്തിട്ട് കളച്ചിലുണ്ട്. അപ്പോൾ പിന്നെ നന്നായിട്ട് നന്നായിട്ട് പൂക്കളുണ്ടാവും. എൻ്റെ ഈ റോസ് ഇവിടെയുള്ളവരെല്ലാം കണ്ണു വെക്കുന്ന റോസ്. അവരെന്നോട് ചോദിക്കും ഇതെവിടെ നാം മേടിച്ചത്. പക്ഷെ പാവം എല്ലാ പിന്നെ തണുപ്പിൻ്റെ സമയത്തും കോൾഡ് വെതറിൽ അത് ഉറങ്ങിപ്പോവും. പിന്നെയും ഇങ്ങനെ വരുന്ന ഇത് ഇവിടുത്തെ ഒരു പ്രശ്നം. എത്ര നന്നായിട്ട് വന്നാലും കോൾഡ് ഫ്രണ്ട് അടിച്ച് കഴിയുമ്പോഴത്തേന് കരിഞ്ഞുണങ്ങി നാശമായിപ്പോൾ പിന്നെ ഇതുങ്ങൾ ഒന്നേന്ന് തുടങ്ങും. എന്നാലും ഇവർ വിട്ടു കൊടുക്കത്തില്ല. ഉണ്ടോ, ഈ വർഷം ഇത്രയും പൂക്കളൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ടോ, അതുപോലെ ആയിരിക്കണം. നമ്മുടെ ലൈഫ് നമ്മൾ തളർന്നു പോരുത്. ചിലപ്പോഴൊക്കെ നെഗറ്റീവൊക്കെ വരും ലൈഫിൽ. പക്ഷെ നമ്മളതിൽ നിന്ന് കിടക്കരുത്. ചാടി എഴുന്നേറ്റ് വീണ്ടും സർവൈവ് ചെയ്ത് ഇപ്പം എൻ്റെ ഈ റോസ് ചെയ്തുകൊണ്ടില്ലേ വീണ്ടും പൂക്കളൊക്കെ ഉണ്ടാക്കി അതുപോലെ വേണം നമ്മുടെ ലൈഫ്. നമ്മൾ ആരും ചെറുതല്ല, ചിലപ്പം വലിയ പ്രശ്നങ്ങളായിരിക്കും ലൈഫിൽ വരുന്നത്. പക്ഷെ നമ്മളത് വിട്ടു കൊടുക്കരുത്. നമ്മൾ സർവൈവ് ചെയ്യണം. സ്ട്രഗിൾ ചെയ്താലും വേണ്ടില്ല,
ഇതിനൊരു നല്ല ഭാവി ഉണ്ടെന്ന്. ഓക്കെ, അപ്പം ഇന്നത്രേ ഉള്ളൂ ഗൈസ്. ബൈ, സീ യു ലേറ്റർ, ബൈ. ഫ്ലവർ കട്ടേഴ്സ് എന്താണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പം ഇന്നത്രേ ഉള്ളൂ ഗൈസ്. ഹോപ്പ് യു എൻജോയ്. ബൈ.